ഒന്ന് ചിന്തിച്ചു നോക്ക്. ചില നാളുകൾക്ക് മുൻപ് മന്ദമരുതി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കവലപ്രസംഗത്തിന് വേണ്ടി ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടെ അടുത്തുള്ള വീട്ടിലൊരു മരണം. ഞാൻ ആ മരണവ്യാപ്തിയെ പറ്റി അറിഞ്ഞു. ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. എന്താ സംഭവം? 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് 2 ദിവസം മുൻപ് മാതാപിതാക്കന്മാരോടൊപ്പം കളിച്ചു ചിരിച്ച് കിടക്കിയിൽ കിടന്നുറങ്ങിയതാ. രാത്രി 12:30 ആയപ്പോൾ ആ കുഞ്ഞ് കിടന്നുറങ്ങിയതാ. പക്ഷേ പ്രഭാതത്തിൽ ആ കുഞ്ഞ് കട്ടിലിൽ മരിച്ചു കിടക്കുന്നു. ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ഇപ്രകാരമാണ്: കുഞ്ഞിന് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്ന്. 3.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുഞ്ഞിന് സൈലന്റ് അറ്റാക്ക് വന്ന് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ പ്രിയരെ, 50, 20, 70 പല പ്രായത്തിലുള്ളവരല്ലേ എന്നെ കേൾക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ ഏതെല്ലാം രോഗത്തിന്റെ ബീജങ്ങൾ നമ്മൾ വഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ക്യാൻസർ ആകാം, ട്യൂമർ ആകാം, പ്രഷർ ആകാം, കൊളസ്ട്രോൾ ആകാം, പലതരത്തിലുള്ള രോഗത്തിന്റെ ബീജങ്ങൾ നമ്മൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം തീർച്ചയായിട്ടും അറിയാൻ കഴിയും: ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വിട്ടുപോയേ മതിയാകത്തുള്ളൂ. ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി നല്ല മെഡിസിൻ കണ്ടുപിടിച്ചിട്ടുള്ള ആളുകളുണ്ട്. ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒത്തിരി നവോത്ഥാന പിതാക്കന്മാരുണ്ട്. പക്ഷെ അവരൊക്കെയും 70, 80 വയസ്സ് കാലമായപ്പോഴേക്കും ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ആർക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ തന്നെ എത്ര കാലം ജീവിക്കാമോ അത്രയും കാലം ജീവിക്കാമെന്നൊരു ആഗ്രഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഒരു കരുവേലകം പോലെ അതിനൊരു ആയുസ് നിശ്ചയിക്കാൻ കഴിയാത്ത തരത്തിൽ ഇവിടെ ജീവിക്കണമെന്നൊക്കെ ഹൃദയത്തിന്റെ അകത്തുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയരെ, വ്യക്തമായി ഞാൻ വിളിച്ചു പറയുന്നു, വിശുദ്ധ ബൈബിൾ മരണത്തിനപ്പുറമായിട്ട് ഒരു മനുഷ്യന്റെ ആയുസ് അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഉലകത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്ന ഉലകത്തിലെ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ ലോകത്തോട് വിളിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമുണ്ട്. ആ വചനഭാഗം ഇപ്രകാരമാണ്: ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമെന്നാണ്. എന്താണ് ആ പദത്തിനർത്ഥം? വിശുദ്ധ ബൈബിളിൽ ഭക്തനായിരിക്കുന്ന മോശ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ദൈവമേ, ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ, അഥവാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എത്ര ദിവസം കൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്കൊരു ബോധം തരണമെന്ന് വീണ്ടും ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറെയായാൽ അത് 80 മാത്രം. അത് കഷ്ടതയുണ്ട്, സങ്കടമുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടും നെടുവീർപ്പുകളും വേദനയും സങ്കടവും എല്ലാം ഉണ്ട്. ഏറെയായാൽ അത് 80 എന്ന് പറയുമ്പോൾ പ്രിയ സ്നേഹിത, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ട് നമ്മൾ പോയേ മതിയാകത്തുള്ളൂ. നമുക്കറിയാം, ഇതിഹാസത്തിന്റെ ഒരു നായകനുണ്ട്, മൈക്കൽ ജാക്സൺ. തന്റെ നൃത്തച്ചുവടുകൾ കൊണ്ട് ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തിയ ഒരു മനുഷ്യനാ. ആ മനുഷ്യന്റെ ആഗ്രഹമുണ്ടായിരുന്നു. തന്റെ ആഗ്രഹം തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. 150 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഹൃത്തടങ്ങളിൽ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. തന്റെ ബാല്യം മുതൽ താൻ കൊണ്ടു നടന്ന ആഗ്രഹം താൻ പതുക്കെ പതുക്കെ മെനഞ്ഞെടുക്കാൻ തുടങ്ങി. താൻ ഒരു പ്രായം കഴിഞ്ഞപ്പോഴേക്കും, അഥവാ ഏകദേശം 32 വയസ്സിന് ശേഷം തന്റെ വീടിനകത്ത് 10 ഡോക്ടേഴ്സ് ഉണ്ട്. എന്തിനാണ്? താൻ കഴിക്കുന്ന ഭക്ഷണം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. താൻ ശ്വസിക്കുന്ന വായു അല്ലെങ്കിൽ താൻ കിടന്നുറങ്ങുന്ന റൂം, അവരെ എല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ ആ മനുഷ്യൻ ആ മുറിയിൽ പ്രവേശിക്കത്തുള്ളൂ. ഏതെങ്കിലുമൊക്കെ ഡോക്ടേഴ്സ് താൻ കഴിക്കുന്ന ഭക്ഷണം അത് പരിശോധിച്ച് നോക്കിയതിന് ശേഷമേ ആ മനുഷ്യനത് കഴിക്കത്തുള്ളൂ. എന്തെല്ലാം വിചിത്രമായ സംഭവമായല്ലേ? ആ മനുഷ്യന്റെ ആഗ്രഹമില്ലായിരുന്നു 150 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം ആ മനുഷ്യനെ ഭരിച്ചിരുന്നു. ആ മനുഷ്യൻ ഒത്തിരി വെട്ടിപ്പിടിച്ചു, ഒത്തിരി സ്വത്തുണ്ടായിരുന്നു. അമ്പരചുംബിയായിട്ടുള്ള സപ്തവർണ്ണാലങ്കൃതമായിട്ടുള്ള മണിമാളിക ആ മനുഷ്യനുണ്ടായിരുന്നു. കൊട്ടാര സമാനമായിട്ടുള്ള വീടുകൾ ആ മനുഷ്യനുണ്ടായിരുന്നു. പക്ഷേ കേൾക്കണമേ, 52ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുമ്പോൾ പ്രിയ സ്നേഹിത, വെട്ടിപ്പിടിച്ചതൊക്കെയും താൻ ഒഴിവാക്കി. സമ്പത്ത് കൊണ്ട് തനിക്ക് തന്റെ ആയുസ്സിനെ ദീർഘമാക്കാൻ കഴിഞ്ഞില്ല. താൻ നേടിയെടുത്തിട്ടുള്ള പേരും പ്രശസ്തിയും താൻ നേടിയെടുത്തിട്ടുള്ള ഒരു പദവികളും തന്റെ ആയുസ്സിനെ ദീർഘമാക്കാൻ കഴിഞ്ഞില്ല. പിന്നെയോ സംഭവിച്ചതെന്താ? 52ാമത്തെ വയസ്സിൽ ലോകത്തെ വിട്ടുപോകുമ്പോൾ ആ മനുഷ്യൻ മൗനമായി ലോകത്തോട് പറഞ്ഞ ഒരു സന്ദേശമുണ്ട്: നാം എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, എന്തൊക്കെ നേടിയെടുത്താലും, എന്തൊക്കെ ഒപ്പിച്ചെടുത്താലും പ്രിയരെ, നമ്മുടെ ആയുസ്
ആയുസിന്റെ ഒരു നിമിഷം പോലും നമുക്ക് സ്വന്തമായി കൂട്ടിയടിക്കാൻ കഴിയത്തില്ല. എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ആയുസിനെ നോക്കി വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇത്രമാത്രം ജീവിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, മൈക്കിൾ ജാക്സണോളം നമ്മൾ വളർന്നിട്ടില്ല, അത്രത്തോളം വൈദ്യശാസ്ത്രവും വളർന്നിട്ടില്ല. ഒരു നിമിഷം പോലും നമ്മുടെ ആയുസിനെ ദീർഘമാക്കാൻ നമുക്ക് കഴിയത്തേയില്ല. അതുകൊണ്ട് ആരോടാണ് ഈ പക? ആരോടാണ് ഈ പിണക്കം? എന്തിനാണ് ഭാര്യയോട് പിണങ്ങിയിരിക്കുന്നത്? എന്തിനാണ് ഉടപ്പിറന്ന സഹോദരനോട് പിണങ്ങിയിരിക്കുന്നത്? സ്വന്തം സഹോദരന്റെ കരൾ പറിച്ചെടുക്കാനുള്ള വൈരാഗ്യത്തോടെ എന്തിനാണ് സ്നേഹിത ജീവിക്കുന്നത്? ബൈബിൾ പറയുക, ഏറെ ആയാൽ അത് 80 മാത്രം. ജനിച്ച മനുഷ്യനൊക്കെ മരിക്കുമെന്നേ. ഈ പ്രസംഗിക്കുന്ന ഞാനും മരിക്കും, ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങളും മരിക്കും. ജനിച്ച മനുഷ്യനൊക്കെ മരിക്കുമെന്നേ, അത് നിശ്ചയമാ. അത് ഏത് പ്രായത്തിലാ, ഏത് ദിവസത്തിലാ, ഏത് വർഷമാണെന്ന് മാത്രം നമുക്കറിയത്തില്ല. നമ്മൾ ജനിച്ച ദിവസമുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഈ ലോകം വിട്ട് മരിച്ച ഒരു ദിവസവും നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാം, ഏദൻ പറുദീസയിൽ ആദം ഹവ്വ ദമ്പതിമാരിലൂടെ പാപം പ്രവേശിച്ച നിമിത്തം മരണത്തിന് മനുഷ്യനെ തീരു കീഴടങ്ങേണ്ട വന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഏകനാൽ പാപവും പാപത്താൽ മരണവും അത് ലോകത്തിൽ കടന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കും, അത് നിശ്ചയമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്, നമ്മൾ 30, 20, 50, 70 എത്ര പ്രായം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോട് ബൈബിൾ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായിട്ട് നിയമിച്ചിട്ടുണ്ട്. പ്രിയ സ്നേഹിത, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ, ഭാര്യ അറിഞ്ഞോ ഭാര്യ അറിയാതെയോ, അടച്ചിട്ട മുറിക്കുള്ളിലോ, നിങ്ങൾ എവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ഏത് പാപപ്രവർത്തികളായാലും, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഹൃത്തടങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്ന എന്ത് കാര്യങ്ങളും അതിനെ തക്കതായിട്ട് ന്യായമായിട്ട്